പറഞ്ഞ് പരിശുദ്ധ റമദാനിലാണ് ഏപ്രിൽ 26-ന്റെ വെള്ളിയാഴ്ചയാണ് ഏപ്രിൽ 26-ന്റെ തെരഞ്ഞെടുപ്പ്. അപ്പോ ജുമാ പോലുള്ളവ നിർബന്ധമായ കാര്യത്തിന് തടസ്സം വരുന്നത് കൊണ്ട് ആ ദിവസം മാറ്റിയാൽ തിരക്കുകളില്ല എന്നാണ്. പരിഹാരമുണ്ടോ ഇല്ലേ എന്നുള്ള അല്ല അവിടുത്തെ വിഷയം. ജുമാ പോലുള്ള സംഗതികൾ നടക്കുന്ന മുസ്ലിമീങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ദിവസമാകുമ്പോൾ ആ ദിവസത്തിൽ നടക്കുന്നതിനേക്കാൾ നല്ലത് അതിന്റെ അപ്പുറത്തോ അപ്പുറത്തോ ദിവസത്തിലേക്ക് നടക്കുകയാണ് എന്നുള്ളത് അറിയാത്ത ഒരാളുണ്ടാവുമല്ലോ. ഏത് കൂട്ടർക്കും അതറിയും. അതായത് വെള്ളിയാഴ്ച നടക്കുന്ന ദിവസത്തേക്കാൾ നല്ലത് വെള്ളിയാഴ്ച അല്ലാത്ത ദിവസമാണ് നടക്കുന്നത് എന്ന് ആർക്കറിയാത്ത. വെള്ളിയാഴ്ചക്ക് പരിഹാരമുണ്ടോ എന്നല്ലല്ലോ, ജുമാക്ക് പരിഹാരമുണ്ടോ, ജുമാക്ക് തടസ്സമില്ലാതെ ആക്കാൻ കഴിയുമോ എന്നുള്ള വിഷയമല്ല, അത് വേറൊരു വിഷയമാണ്. വെള്ളിയാഴ്ച എന്നൊരു ജുമായും ആ ജുമായുമായി ബന്ധപ്പെട്ട് സ്വലാത്തും അൽക്കവും ഒക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ വെള്ളിയാഴ്ച വെറും ജുമാക്ക് 2 മിനിറ്റ് കൊണ്ട് പോയി പോരുന്ന ആൾക്കാരല്ല. വെള്ളിയാഴ്ചക്ക് വേണ്ടിയിട്ട് വ്യാഴാഴ്ച തന്നെ നഖം മുറിച്ചൊരുങ്ങണ കൂട്ടുകാരാണ്. വ്യാഴാഴ്ച തന്നെ നഖം മുറിച്ചൊരുങ്ങി വ്യാഴാഴ്ച തന്നെ അൽക്കവും സ്വലാത്തും ചൊല്ലി വെള്ളിയാഴ്ച രാവിലെ അൽക്കവും സ്വലാത്തും ചൊല്ലി എത്രയോ വട്ടം അൽക്കഹ് ചൊല്ലാൻ പറ്റുമോ അത്രയും വട്ടം അൽക്കഹ് ഓതണം എന്ന് പറയുന്നവരും എത്ര വട്ടം സ്വലാത്ത് എല്ലാം പറ്റുമോ അത്രയും സ്വലാത്ത് ചെല്ലണമെന്ന് കൽപ്പിക്കുന്നവരാണ് മതക്കാർ. അതാണ് ശറഈന്റെ കാഴ്ച. അപ്പൊ ഒരു വോട്ടെടുപ്പിന്റെ ലേശം നേരം മാത്രമല്ല വെള്ളിയാഴ്ചക്കുള്ളത്. ഞാൻ ഉദാഹരണത്തിന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ചില കൂടി മനസ്സിലാക്കാനാണ്. പതിവായി ഒരാൾ ഓതി വരുന്നതായ സംഭവങ്ങൾ അങ്ങനെ ഓതുന്നത് തിരക്കുകളില്ല. സാധാരണ മുസാഹിബ് ഓതുന്നതായ മുസാഹിബ് ഓത്താണ് എന്ന് വെച്ചാൽ ആ മുസാഹിബിലെ ഏത് ഭാഗം ഓതുന്നതിനേക്കാളും വെള്ളിയാഴ്ച നല്ലത് അൽക്കഹ് തന്നെ ഓതുക. കാരണം അൽക്കഹഫ് അത്രയും വർദ്ധിപ്പിക്കണം. വെള്ളിയാഴ്ച നമ്മൾ വേറെ ഭാഗങ്ങളൊക്കെ ഓതുന്നതിലേറെ നല്ലത് അൽക്കഹഫ് ഇങ്ങനെ വർദ്ധിപ്പിക്കലാണ്. അപ്പൊ അൽക്കഹഫ് വർദ്ധിപ്പിക്കുക, സ്വലാത്ത് എത്രയും പെരുപ്പിക്കുക തുടങ്ങി വെള്ളിയാഴ്ചയുടെ രാപ്പകലുകൾ മുഴുവനും പണി നിശ്ചയിക്കപ്പെട്ട ഒരു വിഭാഗമാണ് മുസ്ലിമീങ്ങൾ. അങ്ങനെയൊക്കെ ചെയ്തു വരുന്ന കുറഞ്ഞ ആളുകളെങ്കിലും ഇപ്പോൾ ഉണ്ടാവുമല്ലോ. ഓരും വോട്ടർമാരെന്നെ ഇക്കാലോ 18, 21 വയസ്സായാലേ. അപ്പൊ ആ വോട്ടർമാർക്ക് ശല്യം ഉണ്ടാവുക, അതുപോലെ വോട്ടർമാരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ശല്യം ഉണ്ടാവുക എന്നതൊക്കെ ഒഴിവാകാൻ വെള്ളിയാഴ്ച ഒന്ന് മാറ്റിയാ തിരക്കുകളില്ല എന്ന് മുസ്ലിം സംഘടനകൾ പറയുന്ന കൂട്ടത്തില് എന്റെ സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരള സംസ്ഥാന ജമിയത്തിനുമായി പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാനും പറഞ്ഞിട്ടുണ്ട്. അതൊരു ന്യായം മാത്രമാണ്. അത് കണക്കിലെടുക്കുന്നില്ല, ഇലക്ഷൻ കമ്മീഷൻ അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ അപ്പം പരിഹാരം ആലോചിക്കാം. ഇനി നമുക്ക് വെള്ളിയാഴ്ച അവർ തെരഞ്ഞെടുപ്പ് മാറ്റണില്ല എന്നാണ് എന്ന് വെക്കുക. അപ്പൊ എന്താ പരിഹാരം എന്ന് ചിന്തിക്കണം. അതിനുണ്ട് മൂല്യന്മാര്, മനസ്സിലായോ? അത് വെള്ളിയാഴ്ച തന്നെ നടത്തിയിട്ട് മുസ്ലിമീങ്ങളുടെ വോട്ടില്ലാതെയാക്കാനാണ് മുസ്ലിം വിരുദ്ധ ശക്തികൾ അങ്ങനെ കരുതിക്കൂട്ടി ഉണ്ടാക്കിയതാണെങ്കിൽ അതൊരിക്കലും അനുവദിക്കരുത് മുസ്ലിമീങ്ങൾ. മുസ്ലിമീങ്ങൾ എങ്ങനെയായാലും വെള്ളിയാഴ്ച എല്ലാവരും വർഗീയ ശക്തികളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി, ശരിക്കും മതേതര ഭരണകൂടം നിലവിൽ വരുന്നതിന് വേണ്ടി പരമാവധി പരിശ്രമിക്കേണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിനെ എല്ലാവർക്കും അറിയാലോ, പ്രത്യേകമായ തെരഞ്ഞെടുപ്പ്, രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ്. അപ്പൊ ഈ രാജ്യത്തിന്റെ ഈ തെരഞ്ഞെടുപ്പില് വെള്ളിയാഴ്ച വന്നാൽ പോലും ആ വെള്ളിയാഴ്ച മാറ്റാനും നീക്കാനും തയ്യാറല്ലാതെ വെള്ളിയാഴ്ച തന്നെ നടത്തുകയാണെങ്കിലും ജുമുഅയുടെ പേരും പറഞ്ഞുകൊണ്ട് ഒരിക്കലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടരുത് മുസ്ലിമീങ്ങൾ. അതിനൊക്കെ മുസ്ലിമീങ്ങൾക്ക് വഴിയുണ്ട്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ജുമുഅ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ സമയം, വോട്ടിന്റെ സമയം നോക്കിയിട്ടാണെങ്കിൽ അതിനൊക്കെ വളരെ ലളിതമായ മാർഗങ്ങളുണ്ട്. ഒരു സമയത്ത് ഒരു കൂട്ടർ നിസ്കരിച്ച് പിന്നൊരു കൂട്ടർ തവണയായി പിന്നൊരു ജുമുഅ നടത്താനും കൂടി പറ്റുന്ന കൂട്ടരാണ് നമ്മൾ മുസ്ലിമീങ്ങൾ. അത് പ്രത്യേകമായി പറയുന്നവരാണ് നമ്മളിത് കാണിച്ചു കൊടുത്തിട്ടുള്ളവരാണ്. അപ്പൊ ഒരു കൂട്ടം ആളുകള് ഒരിക്കലും ജുമുഅ നടത്തി, ആ ജുമുഅ നടത്തിയിട്ട് അവർ പോയി പിന്നത്തെ ഉദ്യോഗസ്ഥന്മാര്, ഏജന്റ് ബൂത്തിലെ പ്രവർത്തകന്മാര് ഓലൊക്കെ വീണ്ടും ഒരു ജുമുഅ രണ്ടാമോ നടത്തിയാണ്ട് ജുമുഅ തന്നെ ലഭ്യമാക്കാൻ വേണ്ട മാർഗമുണ്ടെങ്കിൽ അതിന് ശറഈൽ മാർഗമുണ്ട്. ഇത് ജുമുഅക്ക് ലഭ്യമാകാൻ മാർഗമില്ല, ജുമുഅ ഒന്നേ അവിടെ നടക്കുള്ളൂ. അങ്ങനെ വന്നാൽ ജുമുഅ ഒഴിവാക്കാൻ പല ഉഴുതുറുകളുമുണ്ട്. അതിൽപ്പെട്ട ഉഴുതുറുകളിൽപ്പെട്ട ഒരു ഉഴുതുറാണിത്. തൊഴിലിന്റെ ഉഴുതുറിന് ജുമുഅ ഒഴിവാക്കലുണ്ട്. അതേപോലത്തെ ഒരു ഉഴുതുറ് ഉദാഹരണമായി പറയാം. യാമോത്ത് എന്ന് പറയുന്ന ഒരു ഓത്തുണ്ട്. അതായത് ഖബറിങ്ങനെ ഓതണേ, യാമം മുറിയാതെ ഓതണത്. യാമം മുറിയാതെ ഓതണം തന്നെ ഒരു സമയവും മുറിയാതെ ഓത്ത് ഇങ്ങനെ നടക്കലാണ് അതിന്റെ പണി. അതിന് പൈസയും കൊടുക്കും. അപ്പൊ അതിന് പൈസ കൊടുത്തുകൊണ്ട് വിളിച്ച ആളുകള് യാമം മുറിയാതെ ഓത്തു കാട്ടി വന്നാൽ നിശ്ചയിച്ച ആളുകൾ അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ അവർ ഓതനയും വേണ്ടി ജുമുഅ ഒഴിവാക്കാം.
കാരണം ഓല തൊഴിലിന്റെ ഭാഗമാണത്, ഓല വേതനത്തിന്റെ ഭാഗമാണത്. അത് നഷ്ടപ്പെട്ടു പോകും. ഇതാണ് നമ്മൾ മസാല പറയുന്നത്. അതേ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജുമ ഒഴിവാക്കാം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ശ്ലോകമാണ് എന്ന് വിവരം കിട്ടി. സഈദ് ഇബ്നു സെയ്ദ് എന്ന് മൂപ്പരുടെ അമ്മായിന്റെ മൂപ്പരുടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പൊണ്ടളിയനുമാണ്, കൂത്തളിയനുമാണ്. അതായത് അദ്ദേഹത്തിന്റെ ഒരു പെങ്ങളെ ഉമറുൽ ഫാറൂഖ് എന്നവർ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഉമറുൽ ഫാറൂഖിന്റെ ഒരു പെങ്ങളെ സഈദ് ഇബ്നു സെയ്ദ് എന്നവർ കല്യാണം കഴിച്ചിട്ടുണ്ട്. സഈദുൻ എന്ന് പറയുന്ന അശറത്ത് മുബശ്ശരീങ്ങളിൽപ്പെട്ട സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. ആ സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനിക്ക് സുഖമില്ലാന്ന് കേട്ടത് മൂപ്പര് നല്ലോണം ഉച്ചയായതിന്റെ ശേഷം സുഖമില്ലാന്ന് വിവരം കേട്ടപ്പോ മദീനത്തെ പള്ളിയിൽ ജുമാ കൂടുന്ന ഒഴിവാക്കിയിട്ട് മൂപ്പര് സഈദ് ഇബ്നു സെയ്ദിന്റെ രോഗം സന്ദർശിക്കാൻ പോയി. കാരണം ആ രോഗസന്ദർശനത്തിന് മൂപ്പർ അവിടെ എത്തല് അനിവാര്യമാണ്. മൂപ്പരുടെ ബാപ്പാന്റെ പെങ്ങളുടെ ഭർത്താവാണിത്. മൂപ്പരുടെ ബാപ്പാന്റെ പെങ്ങളുടെ ഭർത്താവ് എന്നുള്ള നിലക്കുള്ള വലിയ ബന്ധം അദ്ദേഹവുമായുണ്ട്. അശറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട സ്വഹാബിയുമാണ്. അപ്പൊ ആ സ്വഹാബിയുടെ രോഗശുശ്രൂഷയ്ക്ക് ആവശ്യം വന്നപ്പോ മൂപ്പര് ജുമ ഒഴിവാക്കാണ്. അങ്ങനത്തെ രോഗശുശ്രൂഷയ്ക്ക് ഇപ്പോൾ നമ്മൾ ജുമ ഒഴിവാക്കൂലേ? എന്ന മാതിരി നമ്മൾ ജുമാക്ക് പോണ തക്കത്തില്, നമ്മൾ നിസ്കരിക്കാൻ പോണ തക്കത്തില് ഏതെങ്കിലും വികൃതികള് നമ്മളെ വോട്ടിന്റെ യന്ത്രമൊക്കെ നാശാക്കിയിട്ടോ, നമ്മളെ വോട്ടൊക്കെ പോക്കിയിട്ടോ, അല്ലെങ്കിൽ കള്ളവോട്ട് ചെയ്തിട്ടോ, ഓല വോട്ട് പെട്ടിയോ ഓല വോട്ടിന്റെ നമ്പറോ നിറക്കാൻ വേണ്ടി ശ്രമിക്കും എന്ന് ഭയമുണ്ടെങ്കിൽ തീർച്ചയായും മുസ്ലിമീങ്ങൾ അത് വളരെ ജാഗ്രതയോടുകൂടെ ശ്രദ്ധയോടുകൂടെ തന്നെ ഇരുന്നു കൊണ്ട് ശ്രദ്ധിക്കണം. ഇലക്ഷൻ ബൂത്തിൻകലോ ഏജന്റുമാരോ അതുപോലത്തെ പ്രവർത്തകരാരും തന്നെ വെള്ളിയാഴ്ച